നമസ്കാരം. ഇപ്പൊ ജോലി കഴിഞ്ഞെത്തിയുള്ളൂ. സമയം കാണിച്ചേ 7:01. ഇതിനുള്ളിൽ ബോക്സിങ് പോകാൻ പറ്റും തോന്നില്ല കേട്ടാ. വേറൊന്നല്ല, അവരൊരു 8:30 വരെ ഓപ്പൺ ആണെന്ന് നമുക്ക് പോകാറുണ്ട്. അതെ, അവര് കൃത്യം 7:50 ആകുമ്പോൾ ക്ലോസ് ആക്കും. എന്നിട്ട് നമ്മളോട് പറയും പോയിക്കോ, ബി ഫ്രീ. എന്താ പറയല്ലേ, അച്ഛൻ താടി ഷേവ് ചെയ്തു ഗൈസ്. അച്ഛൻ ഫാൻസിന് കുറയും, അച്ഛന്റെ ഗ്രാഫ് കുറഞ്ഞു. എന്താ പറയാനല്ലേ പ്രേക്ഷകരോട്? പറയേണ്ടതെല്ലാം വീഡിയോ കണ്ട് ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ പറയുക, തുറന്ന് അങ്ങോട്ട് സഹായിക്കുക. പിന്നില്ലേ ഞാൻ പറയുന്ന ബോക്സിങ്ങിൻ്റെ നമ്മളെ ജോലിൻ്റെ ആണെന്ന് അവർ പറഞ്ഞു 5 മണിക്ക് മുന്നേ ഇനി ഇറങ്ങുന്ന പരിപാടി നടക്കില്ല. 5:15 വരെ മിനിമം നിൽക്കണം എന്നാണ്. അതായത് 5:30 വരെയാണ് നിൽക്കേണ്ടത്. 5:15 ഇറങ്ങിയാലും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 1.5 മണിക്കൂർ അവിടുന്ന് ഡ്രൈവ്, വീട്ടിലെത്തുമ്പോൾക്ക് ഇതേപോലെ 6:45-7 മണിയാവും. ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങിയാലും അങ്ങോട്ട് 15-20 മിനിറ്റ് എടുക്കും ബോക്സിങ്ങിൻ്റെ അങ്ങോട്ടെത്താൻ. 8 മണിക്ക് ക്ലോസ്. അതൊക്കെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, എല്ലാം കൂടെ ആവില്ലല്ലോ. അതുകൊണ്ട് അത് മിക്കവാറും ഞാൻ ഡ്രോപ്പ് ചെയ്യും. ഈ ജോലി തീരുന്നവരെ, വേറെ ജോലി കിട്ടുന്നവരെ അത് ബോക്സിങ് മിക്കവാറും ഉണ്ടാവില്ല. എടാ ആൾക്കാരെ എൻഗേജ്മെന്റ് കൂടിയിട്ടാ അല്ലേ, നമ്മളെ എൻജോയ് ചെയ്യുന്നുണ്ടാവും. എത്രയോ ആൾക്കാരെ മെസ്സേജ് പറയുന്നത് ഇത് അച്ഛനുണ്ടായിപ്പാണ് കേട്ടാ, അച്ഛനുണ്ടായിപ്പാണ് കേട്ടാ. ഇതെന്താ പറയാ സംഭവം? ഒരു മിനിറ്റ് ഗൈസ്, ഇപ്പൊ വരാം, ചേട്ടൻ വിളിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് അച്ഛനുണ്ടായിപ്പ് അല്ലേ? എങ്ങോട്ടാ പോയതാ അറിയാ? കള്ളു വാങ്ങാൻ. അതെയാ? എനക്കറിയില്ലേ, ആ ചിരി കണ്ട എനക്കറിയില്ലേ? ചിരി എങ്ങനെ ഇരുന്ന് ചിരിക്കും. എന്നിട്ട് മെല്ലെ മിണ്ടാണ്ട് എടുത്ത് വിട്ടിട്ടുണ്ട്. എസ്കേപ്പ് ആയിട്ട്. എന്നാ സംഭവം? അമ്മ നൈസായിട്ട് ഇറങ്ങി, അതിന്റെ പുറകെ അച്ഛനും ഇറങ്ങി വിട്ടിട്ടുണ്ട്. ബാക്കിലെ പോയിട്ട് എവിടെയോ പോയിട്ടുണ്ട്. ഇപ്പൊ വരും. നമുക്ക് ഇത് വാങ്ങണ്ടേ, പ്രോട്ടീൻ പൗഡർ വാങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ പ്രോട്ടീൻ പൗഡർ പോയി അത് വാങ്ങി വന്നിട്ട് അജയന്റെ വീട്ടിൽ പോകണം. അജയന്റെ വീട്ടിലൊരു സാധനം കൊണ്ട് കൊടുക്കാനുണ്ട്. പിന്നെ റോബിയേട്ടന്റെ തോക്ക് അജയന്റെ വിലയില് അതെടുക്കണം. എന്നിട്ട് തിരിച്ചു വരണം. പിന്നെ അവർക്ക് ജിമ്മിൽ പോകാനല്ലേ, നീ വരപ്പല്ലേ ജിമ്മിൽ പോകുന്നു. അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് മറ്റേ പ്രോഗ്രാം എടുത്ത് തുടങ്ങണം, വീഡിയോ. മറ്റേ ഇത് പിന്നെ എന്താ ഞാൻ പറയാൻ പോയെ, ആ പ്രോട്ടീൻ എന്തോ വാങ്ങിനല്ലോ ഏട്ടൻ. അത് ചിപ്സ് അല്ല, സ്നാക്സ്. അത് എനിക്ക് ജോലി എടുത്ത് കഴിച്ചോ. പക്ഷെ ഒരു ദിവസം ഒന്നായിട്ട് കഴിക്കണം. അതിൽ ഷുഗർ കണ്ടന്റ് കുറെ ഉണ്ട്. ഒന്നേ ഞാൻ കഴിച്ചിട്ടു. അങ്ങനെ അല്ല ഞാൻ പറയുന്നത് വെച്ചാല് അതിൽ ഷുഗർ കുറെ ഉണ്ട്. കുറെ സ്നാക്ക് പ്രോട്ടീനാന്ന് വെച്ച് കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ഫുഡ് കിട്ടുന്നില്ലെങ്കിൽ അത് റിപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് 135 ഗ്രാം പ്രോട്ടീൻ എല്ലാ ദിവസവും കൺസ്യൂം ചെയ്യണം. അപ്പൊ നമ്മളെ പ്രോട്ടീൻ ഷേക്ക് ഒന്ന് എടുക്കാം. രാവിലെ ബൾക്ക് ഷേക്ക് കുടിക്കണം. ചിക്കൻ മറ്റേ ഗ്രില്ലാക്കിട്ട് അമ്മ ആക്കുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടിട്ട്, അത് കഴിക്കുക. അതിൽ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 60-70 ആയി. ഞാൻ രാവിലത്തെ എന്റെ ഷേക്ക് അടിക്കുന്നതിൽ 50 സംതിങ് ഗ്രാം ഉണ്ട്. നല്ലത്. ഗൈസ്, ഇത് കുറെ ആൾക്കാർ ലീക്കായി പറഞ്ഞിട്ട് 2-3 ദിവസം മുന്നേ പറഞ്ഞത് വ്ളോഗിന്റെ ഇടയ്ക്ക്. ഇതൊന്നുമില്ല ഗൈസ്. ഇതെന്താ സംഭവം അറിയടാ, നാട്ടില് ആൾക്കാർ ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര എന്തോ പോലെ തോന്നും. ഇതൊരു ആവറേജ് അമേരിക്കൻ വീട്ടിലുള്ള സംഭവമാണിത്. മനസ്സിലായ? ഇവിടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ വെടി കണ്ടിട്ട് പോലീസിനെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണം. നമ്മളെ വീട്ടിലെടുത്തും കയറി കഴിഞ്ഞാൽ പൊട്ടിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. വെറുതെ വന്ന് കയറിയല്ല, ഉഡായിപ്പിലൂടെ കയറി നമ്മളെ ഹേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വെടി വെച്ച് നമുക്ക് കൊല്ലാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വാങ്ങി വെക്കുന്നത്. അല്ലാണ്ട് മറ്റേ ഗൺ കളക്ഷനും പരിപാടിയൊന്നുമല്ല. ഇതെല്ലാം അമേരിക്കൻ മലയാളികളുടെ വീട്ടിലുണ്ട്. ഇത് ചിലർക്ക് വലുതുണ്ട്, ചിലർക്ക് ചെറുതുണ്ട്. ഇത് നല്ലതാണ്. അത് സേഫ്റ്റിക്ക് വേണ്ടി. ഇപ്പൊ നമ്മള് പോകുന്നതൊക്കെ പോലീസ് പിടിച്ചു വെച്ചോ, നമ്മുടെ വണ്ടിയിൽ പിന്നെ തോക്കുണ്ടെന്ന് പറഞ്ഞല്ലേ, അവരെന്താ പറയാ, താങ്ക് യു ഫോർ ക്യാരിങ് ഫയർ ആംസ്, താങ്ക് യു ഫോർ പിന്നെ സേഫ്റ്റി എന്ന് അവര് പറയാ ഫസ്റ്റ്. ആദ്യം പക്ഷെ പോലീസ് പിടിക്കുമ്പോൾ നമ്മൾ പറയണം ഐ ഹാവ് എ ഫയർ ആം ഇൻ ദ വെഹിക്കിൾ. അവര് ആദ്യം ചോദിക്കും എന്തെങ്കിലും വെപ്പൺസ് ഉണ്ടോ. അപ്പോഴാണ് നമ്മൾ പറയണം ഉണ്ട്, ഒരു തോക്കുണ്ട്, എന്റെ തോക്കാണ്. പക്ഷെ ഞാൻ അറിയാമട്ടെ, ഇപ്പൊ എന്റെ തോക്ക് ഇതിൽ വെച്ചിട്ട് ഇവനെ പോലീസ് പിടിച്ചല്ലേ, അത് പണിയാവും. അത് ഇലക്ക് പണിയാവും. കാരണം എന്റെ ഇവിടുത്തെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിലാണ് ഈ ഗണ്ണിന്റെ ഇത് പോകുന്നത്. അപ്പൊ ഇവൻ എന്റെ വണ്ടി എടുത്ത് പോയിട്ട് പിന്നെ പോലീസ് നായി വന്ന് മണപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് സാധനം കിട്ടിക്കഴിഞ്ഞാൽ പണി എനിക്ക് കിട്ടും. കാരണം ഇവന് ലൈസൻസ് ഇല്ലത് എടുക്കുക. എനിക്ക് ലൈസൻസ് ഇവിടെ ടെക്സാസിൽ ലൈസൻസ് വേണ്ട, അപ്പൊ അത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. എപ്പാ സ്പീഡിങ്ങിന് പിടിക്കാതെ പറയാൻ പറ്റില്ല. അവർ വന്ന് ചെറുതെന്ന് ചോദിച്ചാൽ അവർ കണ്ടല്ലേ പണി കിട്ടും. അന്നേരമാണ് വിഷയം. അവർ അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആയി വെക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ സ്കൂളിന്റെ ഏരിയയില് കൺസ്ട്രക്ഷൻ
അങ്ങനത്തെ ഏരിയസിലൊന്നും ഇത് കൊണ്ടുപോകാൻ പാടില്ല. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം. അതുകൊണ്ട് ഞാനിതെടുത്ത് വീട്ടിൽ വെക്കട്ടെ, എന്നിട്ട് ഞാനിപ്പോൾ വരാം. ഒരു സാധനം മുകളിൽ നിന്ന് എടുക്കാൻ. ഓക്കെ. ഇന്നെങ്കിലും ഇല്ലേ ആ അജയന്റെ വീട്ടിൽ പോയിട്ട് ഈ സാധനം ഫ്രണ്ടിൽ വെക്കണേ. ആ അത് അമ്മ പറഞ്ഞിന്. അത് വെച്ചേ പറ്റൂ. അമ്മ ഇന്ന് എന്നോട് വെക്കാൻ പറഞ്ഞിന്. പക്ഷെ എനിക്ക് എവിടെയാ വെക്കേണ്ടത് അവിടെ വെച്ചാലും പാവും. ഇവിടെ വെച്ചാൽ വീടാം. താഴെ വെക്കണം. പിന്നെ ബമ്പർ ലിപ്പ് ആ പുതിയ വാങ്ങാലോ നമുക്ക്. ഇന്ന് ഓർഡർ ചെയ്യാം. ഓക്കെ. ഒറ്റ വാങ്ങിച്ചാണേ. മറ്റേ വിക്കർ ബില്ല് വാങ്ങണം. പക്ഷേ എല്ലാം മതി. വൈറ്റ് ബോഡി കയറ്റിയാലോ? എടാ നാട്ടിലിറക്കിയ കറുത്ത സാധനം കണ്ടിട്ടേ. പിന്നെ എനിക്കില്ലേ മെസ്സേജ് എത്ര വരുന്ന അറിയാം. മച്ചാനെ ഇയാളെ കോണ്ടാക്ട് ചെയ്താൽ മതി, നാട്ടിൽ വണ്ടി ഇറക്കണമെങ്കിൽ നീ പറഞ്ഞാൽ മതി, അവര് സെറ്റാക്കി തരും എന്നൊക്കെ പറഞ്ഞ് കോണ്ടാക്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. വണ്ടി ഇത് GNC എന്ന് പറഞ്ഞ കടയാണേ. GNC ഇവിടെ ഫുള്ള് പ്രോട്ടീൻ പൗഡർ, പ്രോട്ടീൻ ബാർ, ക്രിയേറ്റിൻ, വൈറ്റമിൻസ്, ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ക്ലീനല്ലേ അത് നോമേ. Just looking. We're actually vlogging for YouTube. No problem. Yeah, no videos, man. No videos? No, because they don't know. വീഡിയോ എടുക്കാൻ അവര് സമ്മതിച്ചില്ല. ഞാൻ പിന്നെ അവന് വീഡിയോ എടുക്കാൻ, അവന് ഈ ക്യാമറ വരുന്നോണ്ട് എന്തോ മടിയായിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ, അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളെല്ലാം വീഡിയോ പറയണ്ടായിരുന്നു ആദ്യമേ. അതാ പറഞ്ഞ പ്രശ്നമായിട്ട്. അപ്പൊ അവൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്യാമറ. അപ്പോൾ നമ്മളെടുത്തില്ല. പിന്നെ അവനൊരു ബുദ്ധിമുട്ടാക്കണ്ട, നമ്മളെ അവൻ്റെ ഒരു ഇത് റെസ്പെക്ട് ചെയ്യണല്ലോ, അവനോട് വർക്ക് ചെയ്യുന്നല്ലേ. നമ്മൾ സാധനം എടുത്തു. വേ പ്രോട്ടീൻ. ഇതിൽ 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഒരു സ്കൂപ്പിൽ. കാലറി കുറവാണ് നമുക്ക് സംഭവം. ഒരു അപ്പൊ 200 സംതിങ് കാലറീസ് ആവൂലേ 2 സ്കൂപ്പ് എടുക്കുമ്പോൾ? 2 സ്കൂപ്പ് എടുക്കുമ്പോൾ 200 സംതിങ്. നിനക്ക് എത്ര ഒരു ദിവസം വേണ്ടത് ഒരു പ്രോട്ടീൻ? എനിക്ക് പ്രോട്ടീൻ 135. 135. അത് അങ്ങനെ നല്ല പണിയാണ് അത് കിട്ടാൻ. എന്നുവെച്ചാൽ ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്യണം. ജങ്ക് മൊത്തം കട്ട് ചെയ്യണം, ഷുഗർ കട്ട് ചെയ്യണം, ഫ്രൈഡ് സാധനങ്ങൾ കട്ട് ചെയ്യണം, ചിപ്സ്, മറ്റേ സോഡാസ് അതെല്ലാം കട്ട് ചെയ്യണം. എന്നിട്ട് നല്ല പ്രോട്ടീൻ ഇതും പിന്നെ അവക്കാഡോസ് അതുപോലത്തെ സാധനങ്ങളില്ലേ, പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ കഴിക്കണം. അപ്പോൾ വേ പ്രോട്ടീൻ എടുത്തത് ഇതിനിപ്പം ഇവിടുത്തെ ഒരു വില വരുന്നത് $80 ആയത്. $80 എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് $80 പറയുമ്പോൾ ഏകദേശം 17,000 അല്ലേ? അങ്ങനെയാണ്. ഏകദേശം 6,800. 100 എന്ന് പറയുമ്പോൾ 8,800 ഞാൻ തെറ്റിപ്പോയി. അപ്പോൾ പിന്നെ $1 എന്ന് പറയുമ്പോൾ ഏകദേശം 85 വരുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ 6,800 രൂപയാണ് നമുക്ക് ഈ ഒരു പ്രോട്ടീൻ വാങ്ങാനായത്. ഓക്കെ. ഇത് നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പൈസ പോലെ തോന്നും. ഇവിടെയും വലിയ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. വണ്ടി കയറി കാറ്റ്. പക്ഷെ കാറ്റ് കിട്ടില്ല. പക്ഷെ എന്നാലും അപ്പോൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വലിയ പൈസ പോലെ തോന്നും. പക്ഷെ ഇവിടുത്തെ ഒരു ആവറേജ് റേറ്റ് തീരെ കുറവല്ല. നമ്മൾ നോക്കിയ ചിലതിനെല്ലാം $100. 8,500 രൂപ. ഇത് നമ്മൾ രണ്ടാളും കൂടെ എടുക്കുന്നുണ്ട്. ഒരു 2 ആഴ്ചനുള്ളിൽ തീരും. $100 2 ആഴ്ച കൊടുക്കാനൊന്നും പറ്റൂല. പിന്നെ വേറെ ഉണ്ട്, പ്രോട്ടീനിൽ എടുക്കുന്നത് നല്ല തന്നെ. പക്ഷേ ഇല്ലേ നല്ല പോലെ ഉറക്കം നിനക്ക് വേണ്ടത് അത് വേണം. അത് എനിക്കില്ല. എനക്കും പിന്നെ ജോലിന്റെ ഇതില്ലോണ്ട് അവേഴ്സ് കുറവാണെങ്കിൽ ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. നീ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് അത് ഡേഞ്ചർ. ഒന്നാമത്തെ കാര്യം അല്ല. പക്ഷെ ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കുന്നു. അപ്പൊ എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ട്. അതങ്ങനെ. എത്ര മണിക്ക് എണീക്കുന്ന ഉച്ചക്കാ? ഒരു 11. അതൊക്കെ അപ്പം ഇറ്റ് ഈവൻസ് ഔട്ട്. ഒരു 8 മണിക്കൂർ ഉറക്കം കിട്ടിയാൽ മതി. പക്ഷെ എനിക്ക് രാവിലെ കുറച്ചും കൂടെ നേരത്തെ എണീക്കണമെന്നുണ്ട്. അതുണ്ട്. പിന്നെ കറക്റ്റായിട്ട് ജിമ്മിൽ പോകണം. റിക്കവറി ടൈം കുറെ കൊടുക്കണം. അനാവശ്യമായിട്ട് ഞാനിപ്പോൾ കുറച്ച് എൻ്റെ ബോഡി അബ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ബോക്സിങ്, ജിമ്മ്, വർക്ക് എല്ലാം കൂടി ആക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഡേഞ്ചർ ആക്ച്വലി. അത് ശരിക്കും നല്ലതല്ല. റെസ്റ്റ് നല്ലോണം വേണം. റിക്കവറി ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യമില്ല. പിന്നെ അത് ഞാൻ തുടങ്ങിപ്പോയോണ്ട് എനിക്ക് കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്തിട്ട് നിർത്താനുള്ളൊരു മടി കൊണ്ടാണ് ഞാൻ പിന്നെ പോകുന്നത്. പക്ഷെ ഇനിയിപ്പോൾ അത് നടക്കുന്നതല്ലേ. ഇനിയിപ്പോൾ എന്തായാലും ജോലിൻ്റെ അവിടെ നിന്ന് ലേറ്റ് ആയിട്ട് വിടും. ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുന്നത്? ഇപ്പൊ നമ്മൾ അജയന്റെ അടുത്ത്. അപ്പൊ പ്രോട്ടീൻ സെറ്റായി. ഇനി നമുക്ക് അജയന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു സാധനം കൊടുക്കാനുണ്ട്. അവിടെ സാധനം പറയാം. സൾഫ്യൂരിക് ആസിഡ്. അത് പിന്നെ നമ്മളെ
വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അവരെ വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അത് തിരിച്ചു കൊണ്ട് കൊടുക്കാണ്ട് നമുക്ക് അവിടെ പോയി കുറച്ച് വർത്താനം പറയാൻ. എൻ്റെ ഒരു ജിമ്മിൽ പോകുന്നില്ലേ? നമ്മള് ജിമ്മിൽ പോകും. എല്ലാ ദിവസവും ജിമ്മിൽ പോണേ. കൺസിസ്റ്റൻസി മെയിൻ ആണ്. പക്ഷെ അതാണ് എനിക്ക് രാവിലെ പോണമെന്നുണ്ട്. രാവിലെ പോ, എന്റെ പറമ്പാ. പക്ഷെ അതല്ലേ ബ്രോ, ഞാൻ എണീക്ക അല്ലെങ്കിൽ പിന്നെ ഉറങ്ങാണ്ട് അത്രയും നേരം നിന്നിട്ട് അത് വന്നിട്ട് ഒറ്റ ഉറക്കം ഉറങ്ങണം. ഞാൻ 4:30 എണീക്കും. അത് സ്മാർട്ടാട്ടാ. എത്ര മണിക്കാ? 4:30 എണീക്കല്. 4:30 വരെ ഉറങ്ങാണ്ട് നിന്നിട്ട് പിന്നെ ജിമ്മിൽ പോയി വന്നിട്ട് ഒറ്റ ഒരു ഉറക്കം 12 മണിക്കൂർ. ബ്രോ നോ, അങ്ങനെ ചെയ്യരുത്. രാത്രി നമ്മളെ ബോഡിയില്ലേ, രാത്രിയാണ് ഉറങ്ങേണ്ടത്. ഞാൻ ചെയ്യാൻ പറ്റും. 4 മാസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോകും. അപ്പം രാവിലെ അല്ല രാത്രി. അതല്ല, 2 ദിവസം കഴിയുമ്പോ നമ്മള് സിങ്ക് ആവൂലേ അടുത്ത രാത്രി ആയിട്ട്? അതല്ല ഞാൻ പറഞ്ഞേ, അത് 4 മാസം വരെ രാവിലെ ഉറങ്ങാണ്ട് പോയി നോക്കാം. അല്ല ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇപ്പം രാവിലെ നീ ഉറങ്ങാണ്ട് അല്ല രാത്രി നീ ഉറങ്ങാണ്ട് നിന്ന് വെച്ചോ, എന്നാ നീ കൂടുതൽ ചെയ്യല് ഫോൺ നോക്കും, കമ്പ്യൂട്ടർ നോക്കും അല്ലേ? അപ്പൊ അതിന്റെ ലൈറ്റ് കണ്ണ് നല്ല മോശം. അത് ഞാൻ പക്ഷേ റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് ഇരിക്കല്. എടാ അതില് കാര്യമില്ല. സ്ക്രീൻ നോക്കുമ്പോ എപ്പവും അതില് അല്ലെ പിന്നെ ആ കണ്ണട ഇട്ടിട്ട് ചെയ്യണം. അതൊക്കെ പക്ഷെ രാത്രി ഉറങ്ങുക, ഒരു കൃത്യസമയം ഉറങ്ങുക, ഒരു ഷെഡ്യൂൾ ആക്കണം. കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണീക്കുക. അത് എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കറക്റ്റ് സമയത്ത് എണീറ്റ് പഠിക്കണം. പിന്നെ ചിലവർ മോർണിംഗ് പേഴ്സൺ ഒന്നും ആയിരിക്കില്ല, രാവിലെ എണീറ്റ് വർക്ക് ചെയ്യാനൊന്നും മൂടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു 8-9 മണിക്ക് എണീറ്റാൽ മതി, അതൊന്നും വിഷയമില്ല. എല്ലാവരും 4 മണിക്ക് എണീക്കണം എന്നൊന്നും പറയില്ല. ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. അപ്പൊ ഞാൻ എത്ര രാവിലെ എണീറ്റാലും എനിക്ക് വിഷയമില്ല. പക്ഷെ ഇവൻ നേരെ തിരിച്ചാ, ഇവൻ നൈറ്റ് ഔളാണ്. രാത്രി വർക്ക് ചെയ്യാൻ നൈറ്റ് ഔൾ. അപ്പൊ രാത്രി വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇവൻ. അപ്പൊ ഇവൻ രാത്രി കുറച്ചും കൂടി നിൽക്കും, രാവിലെ എണീക്കാൻ മടിയായിരിക്കും. അങ്ങനെ ചിലവർക്ക് അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യണം. എല്ലാവരും രാവിലെ എണീറ്റ് ജിമ്മിൽ പോകണം എന്നൊന്നും ഞാൻ പറയില്ല. വൈകുന്നേരമാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ വൈകുന്നേരം പോകണം. അല്ലെങ്കിൽ പിന്നെ അജുവേട്ടന്റെ അപ്പുറം എല്ലാ ദിവസവും വൈകുന്നേരം പോകണം. പക്ഷെ അവർ എല്ലാ ദിവസം പോകുന്നുണ്ടോ? ഇല്ല, അതാ പറഞ്ഞ അവര് പോകാത്ത ദിവസം ഞാൻ ഒറ്റക്ക് പോകണം. അത് വേണം. പിന്നെ വൈകുന്നേരം പോയാലുള്ള വിഷയം എന്നറിയാം, ഭയങ്കര തിരക്കായിരിക്കും. അവര് പോകുമ്പോ തിരക്കില്ല ഇല്ലേ? ഈ സമയത്ത് ഉണ്ടാവും. പക്ഷെ അവര് യൂഷ്വലി 12 മണിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയാ വൈകുന്നേരം ഉച്ച ഒരു 12 മണി കഴിഞ്ഞ് ഒരു 6 മണി ഗ്യാപ്പിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സെറ്റാണ്. 6 മണി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർക്കേഴ്സ് എല്ലാം കഴിഞ്ഞ് വർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ജിമ്മിൽ വരും, വർക്കൗട്ട് ചെയ്യും. എല്ലാവരും ഒരുമിച്ചായിരിക്കും. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ച് സമ്മറും കൂടി ആയതുകൊണ്ട് പിള്ളേരും കൂടി ഉണ്ടോ, കുറെ ഉണ്ടോ. കോട്ട് ഓഫ് ദ ഡേ മറന്നുപോയാ? കോട്ട് ഓഫ് ദ ഡേ മറന്നില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കോട്ട് ഓഫ് ദ ഡേ എന്തായാലും ഓർമ്മിപ്പിക്കണം എല്ലാ ദിവസം. ഇനി മറക്കാൻ പാടില്ല. ഞാൻ മറന്നു. എല്ലാ ദിവസം ഓർമ്മിക്കണം. ശരിക്കും ഷൂട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. ഇവർ പിന്നെ നേരെ ജിമ്മിൽ തന്നെ പോയായിരുന്നു. മതിയായിരുന്നു, കുഴപ്പമില്ല. ഇന്ന് ചെസ്റ്റും ട്രൈസും കളിക്കുന്നു. എടാ നിന്റെ എഡിറ്റ് വരുന്നുണ്ടോ ബ്രോ? പിന്നെ എല്ലാം എഡിറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരുടെ വീഡിയോ ഞാൻ എല്ലാം ഒന്നും കാണാറില്ല. എന്നെ മെൻഷൻ ചെയ്യണം കേട്ടോ. ഞാൻ മെൻഷൻ ചെയ്യുന്ന എല്ലാം കാണാറുണ്ട്. അടിപൊളി എഡിറ്റാണ്. താങ്ക് യു സോ മച്ച് നിങ്ങൾ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്രീഷിയേറ്റ്. താങ്ക്സ് ഗൈസ്. സുപ്രേന്റെ കുറച്ച് സാധനങ്ങൾ സുപ്രേന്റെ അത് കുറച്ച് ആ ക്ലിപ്സ് എല്ലാം അത്യാവശ്യം വൈബ്സും മീംസിൽ സാധനം എടുത്തിട്ടുണ്ട്. അതിൽ എഡിറ്റ് ചെയ്യുന്ന ചെക്കൻ നൈസ് അല്ലേ? അടിപൊളി ചെയ്യുന്നുണ്ട്. ഇത് കാണുകയാണെങ്കിൽ അടിപൊളി. എനിക്കിരിക്കുന്നു ഒരു കുതിരപ്പവൻ. അതെ എടാ നിന്റെ മറ്റേ ഇതുണ്ടാ, ഇത് വെക്കാൻ വേണ്ടിട്ട് ചെറിയ വയറാ. ഓ അത് നമുക്ക് ജിമ്മിൽ പോകണ്ടേ? പിന്നെ അല്ലാണ്ട് അവൻ 8 മണിയാകുമ്പോ 8:30 പോവാം നമുക്ക്. 8:30 ജിമ്മിലാ. അപ്പൊ വരാനൊരു 10:30 ആവൂലേ? നമുക്ക് നേരത്തെ വരാം. ഓ ശ്രീ ഡ്രഷോൺ ഉണ്ടല്ലോ. നിങ്ങളെല്ലാരും കൂടി ചെയ്യുമ്പോ ഒരു 10:30. കുഴപ്പമില്ല, എനിക്ക് തിരക്കുന്നു. നിങ്ങളെങ്ങനെ മറ്റേ നമ്പർ പ്ലേറ്റ് വെച്ച് ഇതെല്ലാം സ്ലോ മോഷൻ ആക്കി എഡിറ്റ് ചെയ്തിട്ടോ. ഈ ലാൻഡ് ക്രൂസറിന് എത്ര ഫാൻസ് ആണ്ടാ? LC ഫാൻസ് കമന്റ് ഡൗൺ ബിലോ. നോർമൽ എന്താ പറയല്, ഡ്രീം കാർ ഗരാജ്. ഇത് പല ആൾക്കാരുടെ ഡ്രീം ആയിരിക്കും ശ്രീതി. പിന്നല്ലാണ്ട് എന്റെ ഒരു ഡ്രീം അല്ലേ? എത്രയോ ആൾക്കാരുടെ ഡ്രീമാണ്. അല്ല എന്റെ ഒരു ഡ്രീം അല്ലേ സുപ്ര? വണ്ടിയായിട്ട് അത് ഫേഡഡാ. എല്ലാം
ഇത് ട്രൗസർ. ഞാൻ ജോലിന്റെ ഇത് ജോലി ഡ്രസ്സാണ്. എനിക്ക് അവരെവിടെ വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഗൈസ്, കാണുന്നവരുടെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ആഗ്രഹമില്ലേ ഇതേപോലെ ഒരു സാധനം എടുക്കണം? നിങ്ങളെ കൊണ്ടും പറ്റും എടുക്കാൻ കേട്ടാ. അയ്യോ എനിക്ക് എത്തിപ്പെടാത്ത സ്ഥലത്താണ് ഈ സംഭവം എന്നൊന്നും വിചാരിക്കണ്ട. ടൈം എടുക്കും, പക്ഷെ എത്തും. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അതായിരുന്നു ഡെയിലി കോട്ട്. അതല്ല ഡെയിലി കോട്ട്. അജയ് പറയുന്നത് എന്ന് ഡെയിലി കോട്ട്. ഞാനില്ല ബ്രോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത് പണ്ടേ പറയാറുമില്ല, പ്രവർത്തിക്കാറുമില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. തളിച്ച് വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ടോ? പുള്ളി ഇങ്ങോട്ട് വന്നില്ല. പുള്ളി ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ പുള്ളിക്കാരൻ. അജോറിനോ? അവൻ 8 മണിയാ പറയാം. ഇപ്പൊ അവനെ വിളിച്ചായിരുന്നു. എനിക്കറിയാം, അവൻ സാധാരണ അവിടെ. നമ്മള് പോയി പ്രോട്ടീൻ വാങ്ങി. ഏതാ പ്രോട്ടീൻ മേടിച്ചാണ്? സൾഫൂരിക് ആസിഡ് ഇടാ കുടിക്കാനാ? ശരിക്കണോ അച്ചു? എടാ മറ്റേ കേബിൾ എവിടെ അടിക്കണേ? ഒരു കേബിൾ മറ്റേ വയറിലടാ, സ്റ്റീൽ കമ്പി. വയറെന്നാ പറയുന്നേ. വയറിനാണ് സ്റ്റീൽ കമ്പി ഇല്ലടാ. ഇത് പ്രോട്ടീൻ. എടാ നമ്മള് ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് വേ പ്രോട്ടീൻ ആണ് മേടിച്ചത്. കാലറി കുറഞ്ഞാടാ. ഗോൾഡ് സ്റ്റാൻഡേർഡ്. അത് നിന്റെ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയില് BMW ഈസ് വേസ്റ്റ് ഓഫ് മണി എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എന്നെ പൊങ്കാല ഇട്ടിട്ടുണ്ട്. അത് കണ്ടില്ല? ഞാൻ ഉദ്ദേശിച്ചത് BMW നൈസാണ്, പഴയതും നൈസാണ്. പിന്നെ M4 കോംപ്, M5 കോംപ് അതൊക്കെ ഉള്ള സാധനമാണ്. എനിക്ക് ഈ സാധാരണ ഇത് കണ്ടോ, ആ BMW ഉണ്ടോ? എനിക്ക് അങ്ങനത്തെ സാധനം ഇഷ്ടമല്ലെന്നാ ഞാൻ പറഞ്ഞത്. BMW ബിഗ് മണി വേസ്റ്റർ. അങ്ങനെ ബിഗ് മണി വേസ്റ്റ് എന്നാ പറയാ പോലും. റോബർട്ടിനാ പറഞ്ഞത് ബിഗ് മണി വേസ്റ്റ് എന്നാ പറയാ BMW. പക്ഷെ എല്ലാ BMW അല്ല, ചില റോബർട്ടും ഡീലർഷിപ്പിൽ വർക്ക് ചെയ്തോണ്ടാ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ BMW കുറെ മെയിൻ്റെനൻസ് പ്രശ്നങ്ങൾ വരും. നമ്മുടെ നാട്ടില് ഞാൻ പറയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഏത് സാധനം വെച്ച് കമ്പയർ ചെയ്യണം? അത് നമുക്ക് പറയാം. ഈ 2 സ്ട്രോക്ക് ഒക്കെ നല്ല OG 2 സ്ട്രോക്ക് പിള്ളേരൊക്കെ ഇല്ലേ, അവര് സ്വയം വണ്ടി പണിയണവരൊക്കെ അതേപോലത്തെ ടീംസ് ആൾക്കാരാണ് ഇങ്ങനെ BMW എടുത്തിട്ട് അവരവരുടെ ഗരാജ് പണി ചെയ്യാൻ അറിയെങ്കിൽ കിടിലം പോലെ നൈസാണ്. പക്ഷെ നമ്മള് പറഞ്ഞിട്ടേ BMW വേസ്റ്റ് ഓഫ് മണിയാന്ന് കുറെ പിള്ളേർക്ക് നൊന്തു. ഞാൻ കുറച്ച് വായിച്ചു, പക്ഷെ അത് പറയാൻ പാടില്ലാത്തതാണ്. നമ്മൾ ഇങ്ങനെ വണ്ടി പ്രാന്തന്മാരായ നമ്മൾ അഭിപ്രായം പറയാൻ നമ്മൾ പേടിക്കണ്ട. അതെ, എനിക്കൊരു BMW ഇഷ്ടമല്ലെങ്കിൽ അത് എന്റെ ഒപ്പീനിയൻ ആണ്. അത് ഓരോ ആൾക്കാർ ഓരോ ഒപ്പീനിയൻ ഉണ്ട്. ചിലവർക്ക് BMW ഇഷ്ടമാണ്, ചിലവർക്ക് അത് ഇഷ്ടമല്ല. എനിക്ക് BMW ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ടൊയോട്ട സൂപ്ര പുതിയത് ഫുള്ള് BMW അല്ലേ? അത് ശരി. അതെ ഞാൻ പഴയ ഇത് BMW എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്, അതുപോലെ തന്നെ ബെൻസും പഴയ സൂപ്ര ഓക്കെ OG സാധനം. എല്ലാ ബ്രാൻഡിലും ചില യുണീക്ക് അല്ല ഐക്കോണിക് സാധനങ്ങളുണ്ട്. എല്ലാവർക്കും വേറെ ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. പിന്നെ അല്ലാണ്ട് അല്ല ചിലർക്ക് അതുപോലെയുള്ള സുപ്ര ഇഷ്ടമാണ്. ഞാൻ സത്യം പറയാ, സുപ്ര അജുവാടിന് എടുത്ത പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വണ്ടിയെ കുറിച്ച് അറിഞ്ഞത് അമ്മച്ചാണ്. എനിക്ക് അറിയില്ലായിരുന്നു, ഞാനൊരു കാർ ഗൈ അല്ല, അതുകൊണ്ട് എനിക്ക് പണ്ടറിയാൻ പാടില്ലായിരുന്നു. പിന്നെ ഇപ്പത്തെ ഇത് ഇഷ്ടമാണോ സൂപ്ര പൊഴുതിയത്? നോ, എനിക്കിഷ്ടം. എനിക്ക് MK4 MK2 നൈസാണ് എനിക്ക് ഇഷ്ടം. മറ്റേ കണ്ണിങ്ങനെ തുറക്കുന്നില്ലേ? പണ്ട് അത് MK2 അല്ലല്ലോ. MK2 എന്തൊക്കെ വായിച്ചു നോക്കിട്ട് അഭിപ്രായം. എക്സ്ട്രീമി മിൽക്ക് ചോക്ലേറ്റ് ആർട്ടിഫിഷ്യലി ഫ്ലേവേർഡ് ഇതുണ്ടോ? വായിച്ചില്ല. റിട്ടേൺ ചെയ്യാൻ റെസിപ്പി വാങ്ങിയില്ല. ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഓരോ കാര്യങ്ങളും വായിക്കൂല. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ അജയേട്ടനെ വിളിച്ച വരാൻ. ഗ്രാസ് നടക്കണം, ഓട്ടോമേഷൻ നിങ്ങൾ കണ്ടല്ലേ ഉണ്ട് ഓട്ടോമേഷൻ. പക്ഷേ അത് വേർത്തിട്ടല്ലേ നമ്മുടെ സമയങ്ങളല്ലോ. ഗ്രാസ് ഈസ് ഗ്രീനർ. ഇത് 2 ദിവസമായിട്ടും വെള്ളം തിന്നിട്ടില്ല. അതിന്റെ 2 വർഷം മുന്നേ ഈ ട്രീ ഇതേപോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ പുതിയത് വെച്ചത്. ഇവര് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി. അജയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അല്ലല്ല മറ്റേ സംഭവല്ലേ ഇങ്ങനെ സാധാ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോ സൂം ചെയ്തിട്ട് ഒരു സ്കെലറ്റൻ പോലെ ഇടുന്നേ സൂപ്രന്റെ മറ്റേ അതന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ്. പക്ഷെ നോർമൽ വേ അല്ലേ നമ്മൾ മേടിക്കണേ? അത് വേറെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വേറൊരു ഇതാ. കുറച്ചും കൂടി പ്രീമിയം അല്ല ബ്രോ? പ്രീമിയം അല്ല,
ഇത്തിരി ഇത് കുറഞ്ഞതെന്തോ അത് സാധനം നമ്മളെ നിങ്ങൾ വാങ്ങുന്ന സാധനം എത്ര? ഡൈക്കോക്ക് പോലെ ഇല്ലേ അതുപോലത്തെ സംഭവം നിങ്ങൾ വാങ്ങുന്ന സാധനം എത്ര? ഞങ്ങള് എന്നെ വിലയെന്നറിയോ നീ ഓർക്കണ്ട 100 രൂപ 100 രൂപ ഇപ്പൊ 109. ആ ഞാനത് കണ്ടു മാസ്ക് നീ വാങ്ങുന്നത് മാസ്കേൻ അല്ല അത് ഐസോ പ്യൂർ പോലത്തെ സാധനം ബ്രോ നമ്മളൊരു സാധനം ചാക്കല്ല ഇത് ഞങ്ങള് നീ ഓർക്കണില്ല ഞങ്ങള് ബൈ 1 get 1 ഹാഫ് ഓഫ് അണ്ട് 100 ടോട്ടൽ നിങ്ങൾ GNC വാങ്ങിയ? രണ്ടെണ്ണത്തിനല്ലേ ഇത് 130 രണ്ടെണ്ണത്തിന് ഇപ്പൊ ഇതിപ്പോ ഒരു ബോട്ടിൽ തന്നെ $109. നിങ്ങൾ GNC വാങ്ങല്? നമ്മളൊരു മാസ് ഗെയിനർ കണ്ടായിരുന്നു, വലിയ സാധനം. ആണോ? അതായത് കോപ്പിറൈറ്റ്. ഒരു മിനിറ്റ് അളിയാ. Yeah, that's up there, bro. Yeah, whose car is that? My brother. And they got the sick Land Cruiser too. Yeah, bro. What is that actually, bro? Segway. I have to use it, bro. I'm doing your whole neighborhood's power. I was here earlier. I talked to y'all. Oh yeah? Yeah, I wasn't here. I know. I don't know who the homeowner, but no one answered me. Oh, of course it was me. I was sleeping. I just woke up. Oh no, probably I was behind watering plants. Yeah. So I'm out here doing the whole neighborhood. There's been like a lot of power outages. And stuff Okay. like that. So you fixing it right now? They sent me out here. Yeah. Well, what I'm doing is qualifying the homes. They're doing 30% of your backup power. Have you seen like the Tesla battery packs on the side of the houses? No. You haven't seen those? Yeah, we're doing 30% of your neighborhood. It was only 10% at first. Oh, okay. You guys, YouTubers? Yep. We do YouTube videos. No way. He's doing daily vlog shit. Bro, You want to say something? Are y'all famous yet? Yeah. He is a little bit. We're getting On there. where? Where you India. famous? In YouTube or in Instagram? YouTube and Instagram. For real? Our whole fan base is from India though. Oh, damn. Yeah. Where y'all from? Y'all from India? Yeah. Where in India? South Kerala. South Kerala? Yeah, Kerala. Oh, you have heard about that place? I watch a lot of vlogs, bro. That people that travel Dog, in this, like, around the and they world all- and all that yeah, shit. dude. All the Back all the hitchhikers, crazy right? A lot of hitchhikers. Yeah. That and Pakistan too. Pakistan. Yeah. Yeah, I know, I One of know. my really good homies was from Pakistan. They explore for food and all that. It's called Lahore. Lahore. Yeah, that's the name of it, and that's why I remember it because it's a funny name. You know, Laporte right here. Laporte. no, bro, Lahore. Oh, Lahore. Okay. Yeah, Lahore. Yeah, How you like the car, bro? I think it's It's sick. big, huh? Yeah, y'all ever take it out or no? Oh yeah, we So did. who is it? Your brother? He's not here right now. No, he's not. He's at work. He's about to come back. What do y'all do besides being YouTubers? He's Pay pretty well. now I'm a quality inspector For what? for welding, construction. Dang, bro, you putting the Mexicans out of work. No, that. I try to work with them, bro. Bro, I that's try to work with them. dang. They're still growing though. Yeah. But his brother is a mechanic for Aviation mechanic. aviation. That's what I want to do, bro. Oh, you do? You Yeah. go? Well, not an aviation mechanic, but I want to actually get my pilot's license. Oh yeah? Yeah. You Like actually you be a putting- pilot. Yeah, bro. You putting those- lanes a little bit. So you but putting those hours in with you? I just started, so I'm only like 18 hours in, bro. It's expensive, dude. I know. That's what I heard. It's How like many hours do you need, $300 like- an hour. 1,000 or something? How many hours do you need? You need 1,500. 1,500. Yeah, my friend was trying to do that, but Huh? he's like, nah. It's a lot of money, bro. I mean, it's like 120 grand to school. And plus you have to get the basic hours first, and then climb up the ladder and stuff like that. Yep. And then like after you get your all your paperwork and everything like that, once you get all your paperwork and all that stuff, and you get all your certifications, dude, you still got so much time to hopefully find a job. It's a lot. Yeah. That's why. On Instagram, all we have is like clothing stuff. Yeah, we have a You clothing guys brand. got merch and stuff like that. Yeah, we have a clothing brand. Is that what that is? No, that's- this that's is not what- it. Bro, I just came back from work, bro. Man, you better record that, bro. I got this. Here's that one right there. That's our channel right there. So Kerala? Yeah, What is that? Is that over there? yeah. That's our place. Kerala. Yo, 254K is a lot, bro. Yeah, I mean. Oh dang, that's you. Is that you? That's you, right? Yeah, that's me. Dang. Hey, I'm gonna subscribe, bro. Appreciate it, bro. Yeah. You probably won't understand it. Oh, it's all y'all talking in Indian? Yeah. Nah, bro. But I bet you Hey, get. unsubscribe. I bet you get the. You can change Auto it. dubbing, Yeah, yeah. it sucks though. Yeah, It I sounds so bad. One time I was watching some Spanish stuff, and then I'm like, I guess he made videos that you can translate. Some of them you can't. Yeah. And then I was like, bro, what is this? I know. It sounds so off. It's like, Yeah, even when it's they translate it, it's like, bro, y'all It's probably gonna get better in the future though. With our voice and stuff. They just started though. probably yeah, because you know they got like the whole like AI, Yeah. like Joe Rogan. Have you seen some of his stuff where they're like, it's Joe Rogan. They do it like Elon Musk. and AI? They do like videos. AI, yeah. Oh yeah, I seen You those. seen those? Yeah. And they'll be like, hey, so what are we talking about today? Aliens.
and it's like a fake voice. Oh, it's not really Joe Rogan saying that, but he always talks about that. It's gonna get better. Like in 5-10 years, bro. Bro, we're gonna have no jobs, bro. I know. They're gonna have another welding inspector, bro. I know, right? but they still need pilots though, so. Hey, I don't know, bro. They got Tesla self-driving, so Maybe they're gonna have to do the universal pay or something. They're gonna have to pay us, you know, yeah, man. or make it free. I've been reading about that. Yeah. വയറ് നമ്മളെ ഇത് ശരിയാക്കാൻ നമ്പർ പ്ലേറ്റ് വെക്കാൻ ശ്രീഹരി പറയുന്നത് ഇത് അവൻ പല്ല് കൊണ്ട് കടിച്ച് ഇത് പല്ലും കൊണ്ട് മുറിച്ചാ ബ്രോ ബ്രോ പറ പല്ലും കൊണ്ട് മുറിച്ചാലാ പല്ലും കൊണ്ട് മുറിച്ചാല് $100 അയച്ചു ഇപ്പൊ അയച്ചുതരും ഇപ്പൊ ഇന്ന് ഈ നിമിഷം അയച്ചുതരും 200 അതില്ല 100 ആദ്യം നീ പറഞ്ഞു ഇല്ല. ആദ്യം നീ പറഞ്ഞു ഇല്ല 200 200 ഇതല്ല ഇത് കടിച്ച് മുറിച്ചാല് $200 തരും അത് പറ്റൂല അത് പറ്റൂല അതെ ഞാൻ പറഞ്ഞു. കടിക്കാൻ പറ്റൂലേ കടിക്കാൻ കടിച്ച പൊട്ടൂലടാ അത് എന്നെ എത്താ നോക്ക് ഇത് Bro, think എടാ പല്ല് പല്ല് കളയണ്ടാ എത്തുന്ന നടന്നല്ലേ പൊട്ടൂലടാ പൊട്ടിയാ ആ ശരി ഇത് കാണിച്ചപ്പോ എടാ അത് മെറ്റലാടാ സാധനം കടിച്ചൊന്നും അനങ്ങുന്നില്ല സ്റ്റീലാടാ അത് 2K kids എടാ പല്ല് പോയാ ശ്രീ എടാ ഞാൻ 200 അയച്ചാ നീ പല്ല് കളയണ്ട അലമ്പാക്കല്ലേ അത് കടിച്ച് പല്ല് പുളിക്കാൻ തുടങ്ങിയല്ലേ പോയി ഈഗോ പീക്കിലാണ് ചെയ്തോ ഇനി നീ പൊട്ടിച്ചിട്ട് പോയാൽ മതി പല്ല് പൊട്ടിയാ നല്ല കൂറ അഭിനയായിരുന്നു സന്തോഷ് പണ്ഡിറ്റിനോട് സിനിമ എടുക്കുന്ന ചോദിച്ചാലോ ഇത്രയും പാടുണ്ടല്ലേ അത് ശരി ഞാൻ അതല്ലേ പറഞ്ഞത് എടാ സ്റ്റീലാ അത് ആവൂല അത് പറയുന്ന കേക്ക് അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ കട്ട് ചെയ്യാൻ പറ്റൂടാ അപ്പോൾ ഓൻ നടന്നത് ചെയ്യുന്നുണ്ട് നമുക്കിത് ഇഗ്നോർ ചെയ്യാം വേറെ എങ്ങനെയെങ്കിലും പൊട്ടിക്കോ അത് കാറ് നിന്റെ ചിരി എനിക്കറിയില്ല ആ വിളിക്കുന്നു എടാ പല്ല് വിഷയാവൂടാ ശ്രീന് വെറുതെ നീ ഒഴിവാക്കിയത് ഈ പ്രാന്തനെ കൊണ്ട് നോക്കടാ എടാ ഇവ അജയ് നീ ഒന്നുമില്ല ഇപ്പൊ 2 കഷ്ണം പല്ല് താഴെ വീഴും എടാ ആദ്യം അത് ഒടിക്കി എന്നിട്ട് കടിക്കുന്നുണ്ടെങ്കിൽ ചീറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞത് എന്റെ പല്ലുകളെ ഉണ്ടാ നീ എന്റെ പൊന്നാളിയാ ഇന്നെങ്ങാനും ആവോ നീ അനങ്ങിട്ട് പോലില്ല അത് എടാ വിഷയാവും കിട്ടിയ സമ്മതിച്ചോ അപ്പൊ ഇന്നത്തെ കോട്ട് ഓഫ് ദ ഡേ നമ്മൾ ഈഗോ എപ്പോഴും നല്ലതല്ല ഈഗോ വേണം എപ്പോഴറിയോ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പം ഈഗോ വേണം അല്ലാണ്ട് നമുക്കൊരു കാര്യം പറ്റൂല അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി മണ്ടത്തരത്തിലേക്ക് എടുത്ത് ചാടരുത് അതാണ് ഇന്നത്തെ കോട്ട് ഓഫ് ദ ഡേ ശ്രീ ഇത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണ് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞാണ് അതത്രേ ഉള്ളൂ ഗുഡ് മോർണിംഗ് സാർ ബാക്കിൽ വണ്ടി ഓ ഇയാൾക്ക് ദേഷ്യം വരുന്നില്ല അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും സ്പേസ് ഉണ്ടായിട്ട് അതിപ്പോ ഒന്ന് ഷോർട്ട് ആവാൻ ഗുഡ് മോർണിംഗ് സാർ Good morning, sir. എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇങ്ങനെ എന്താണ് ജോലിക്ക് പോയിട്ട് വന്നാ ജോലിക്കോട്ട് ഒന്നല്ല ഞാൻ നിങ്ങളുടെ ഡാഡിയെ കാണാൻ പോയിട്ടു വീട്ടിലുണ്ടായിരുന്നോ ഉണ്ടല്ലോ അത് എന്തുകൊണ്ട് പോയി ഫോണിനകത്ത് തൂങ്ങിക്കിടക്കുന്ന അജയ് അല്ലേ അജയ് ഫുള്ള് ബിസിയാണ് നമ്മളെ പോലെ ഒന്നല്ല ഫോണിനകത്ത് പിന്നില്ലാണ്ട് ചുണ്ടലിപ്പല്ലാണോ ഇല്ല പല്ല് പൊട്ടി പൊട്ടിയിട്ടൊന്നുമില്ല എന്തോ ഇതുണ്ടത് ചെറുക്കൻ കടിച്ചു പൊട്ടിക്കാൻ വേണ്ടിട്ട് എന്തോ സ്റ്റീല് ഞാൻ പറഞ്ഞു കടിച്ചു പൊട്ടിച്ചാൽ ഞാൻ നാളെ ജോലി വാങ്ങി തരാന്ന് പക്ഷെ അത് ശ്രമിച്ചു പറ്റുന്നില്ല വേറെ സബ്സ്ക്രൈബ് അടിക്കാൻ പറ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അങ്കിളിനൊക്കെ എന്താ ഫാൻസ് അവചേട്ടൻ പൊളിയല്ലേ പിന്നെ ഇപ്പൊ എവിടെ ജോലിക്ക് പോയിട്ട് വരുവാണോ
ഇപ്പൊ ഞാൻ ഇവരുടെ ഡാഡിയെ കാണാൻ പോയി. ആ കണ്ടോ കണ്ട് അവിടെ പോൾ മാൻസൺ ഉണ്ടെന്ന് പറഞ്ഞു. പോൾ മനുഷ്യൻ പോൾ മാൻഷൻ. കള്ളൂപ്പിയാ? എനിക്കറിയില്ല. അയ്യോ അയ്യോ, എനിക്കറിയില്ല. പോൾ മാൻഷനാ? അത് അറിയാ? ജോണി വാക്കർ, പിന്നെ വേറെന്താ? അല്ല, ഇങ്ങേർക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ജോയി അട്ടയിൽ. ഡാഡ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നൊന്നുമില്ല. പിന്നെ വിളിച്ചാ പപ്പ വല്ല വിളിച്ചാ? നമുക്ക് ഇത് ശരിയാക്കാം. അങ്ങളെ ശരിയെന്നാ. വിളിച്ചില്ല. ആ പണ്ടത്തെ വൈബ്സ് കൊണ്ട് ആ സാധനം വെക്കണം. നമ്പർ പ്ലേറ്റ് സ്റ്റിക്കർ അടിക്കണം ബ്രോ, അത് നൈസ് ആയിരിക്കും. ബമ്പർ ലിപ്പ് മാറ്റണം, സ്റ്റിക്കർ അടിക്കണം. എടാ അതിന്റെ ഉള്ളിലത്തെ പാനൽ ശരിയാക്കണോടാ. ബമ്പർ ലിപ്പിൽ നമുക്ക് നാളെ ഓർഡർ ചെയ്യാം. പാനൽ ശരിയാക്കണം, അതാണ് വേണ്ടത് ശരിക്ക്. ആക്ച്വലി ബമ്പർ ലിപ്പ് നാളെ ഓർഡർ ചെയ്യാം. സൈഡിലേക്ക് വെച്ചാലോടാ, രസം ഉണ്ടാവാ. ബൈക്കോ ഇല്ല, ഇത് ശരിക്കും പോലീസ് അങ്ങനെ പിടിക്കൊന്നും ചെയ്യില്ല. അന്ന് എന്നോട് വാണിംഗ് തന്നെയാണ്. അപ്പൊ അവരുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും. വാണിംഗ് എന്നാലും എഴുതൂല ഈ ഇതിന്റെ അതിലെഴുതൂല, അവരുടെ സിസ്റ്റത്തിൽ ഇടും വാണിംഗ്. പിന്നെ ടിൻഡ് അത് ഇതൊക്കെ പറഞ്ഞു ഇടും. ഇവിടെ നമ്മള് അത് ചെയ്തില്ലെങ്കിൽ വിഷയാവും. പിന്നെ നമ്മളെ മോളത്തെ സിസ്റ്റം മൊത്തം മാറ്റി. ഇപ്പൊ ഒച്ചൊന്നുമില്ലല്ലോ. അതില്ല, അത് മാറ്റി നമ്മൾ ഓരോന്നും ചെയ്ത് തീർക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞല്ലേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മടിയാട്ടാ. ഞാനത് പിന്നെ ചെയ്യാം. ഞാൻ പക്ഷെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഡിസിപ്ലിനോട് കൂടി ചെയ്യും. ആര് പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു, 7 നിറം കൊണ്ടെഴുതിയതെല്ലാം പറഞ്ഞു കളി ചെല്ലും ഓട്ടോമേഷൻ പണി പാളി തുടങ്ങി. ഓക്കെ, ഓ ഷിറ്റ്, ഇങ്ങോട്ട് വെള്ളാക്ക്. അതും തെറ്റി. അങ്ങോട്ടാണ് വെള്ളം ആവേണ്ടത്. ഇവിടെ വെക്കണം, എന്നാലല്ലേ പെർഫെക്റ്റ് ആയിട്ട് കൊള്ളു അല്ലേ? തിരുമ്പേ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. നമ്മളെ ഇത് വെച്ചിട്ടാ എന്തായാലും അത് സെറ്റായി. ഒരു ലുക്ക് പോയി വണ്ടിയിലെ ലുക്ക്. അതെ അല്ലേ, നമുക്ക് അതങ്ങനെ നമ്പർ പ്ലേറ്റ് വെക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ പോലീസ് പിടിച്ചാൽ ഈ ഒരു ചെറിയ സാധനത്തിന് തന്നെ 200-300 ഡോളർ കൊടുക്കേണ്ടി വരും. എന്തിനാ വെറുതെ പൈസ കളഞ്ഞു? ഹാർഡ് ഏൺഡ് മണി അല്ലേ. അതുകൊണ്ട് പിന്നെ അത് റെഡിയായി. ബമ്പർ ലിപ്പ് മാറ്റണം. ഇനിയിപ്പോൾ ശ്രീ ജിമ്മിൽ പോകും. തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം സമയത്ത് ശ്രീ 9 മണിയായി. കുളിക്കുക, വീഡിയോ കുറച്ച് എടുക്കുക, ഉറങ്ങുക. അതാണ് ഇനി അടുത്ത പരിപാടി. ഗൈസ്, ഇവിടെ സെറ്റപ്പൊക്കെ ആയി. നമ്മളെ കോഴ്സ് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് റെഡി ആവുന്നുണ്ട്. ശ്രീ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഉഷാറായിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക. ക്വാർട്ടർ ഓഫ് ദ ഡേ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഉഷാറായിട്ടിരിക്കുക. ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ. ലാഗ് അടിച്ച് സമയം കളയരുത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബെറ്റർ ആക്കണം. നാളെ കാണാം. പീസ്. ഗൈസ്, പ്ലീസ് പറയുന്നതിന് മുന്നേ എൻ്റെ ഇൻസ്റ്റാഗ്രാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ശ്രീ.vc. അപ്പോൾ നിങ്ങൾ പോയി ഫോളോ.